പത്തനംതിട്ടയിൽ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ എത്തിയത് മദ്യവുമായി. ഒരാളുടെ ബാഗിൽ നിന്ന് അമ്മൂമ്മയുടെ മോതിരം മോഷ്ടിച്ചു വിറ്റ 10,000 രൂപയും കണ്ടെടുത്തു. പത്തനംതിട്ട കോഴഞ്ചേരിയിലെ സ്കൂളിലാണ് സംഭവം നടന്നത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, വളരെയധികം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മദ്യവുമായി 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തുന്ന സാഹചര്യം, വിവരങ്ങൾ. പരീക്ഷകൾ പൂർത്തിയാകുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് ബാഗിൽ മദ്യവുമായിട്ട് വിദ്യാർത്ഥികൾ എത്തിയത്. സംശയം തോന്നിയ അധ്യാപകരാണ് ഈ ബാഗ് പരിശോധിച്ചത്. ബാഗ് പരിശോധിച്ചപ്പോഴാണ് ഇവരുടെ ബാഗിൽ നിന്നും മദ്യക്കുപ്പികൾ ലഭിക്കുന്നത്. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് ഇവർക്കിപ്പോൾ കൗൺസിലിംഗ് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആറന്മുള പോലീസാണ് പ്രത്യേക കൗൺസിലിംഗ് ഈ 4 വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. കോഴഞ്ചേരിയിലെ ഒരു സ്കൂളിലാണ് ഇന്നലെ പരീക്ഷകൾ പൂർത്തിയാകുന്നതിന്റെ ഭാഗമായിട്ട് ആഘോഷം നടത്തുന്നതിന് വേണ്ടി മദ്യവുമായി എത്തിയത്. ഇവരുടെ ബാഗ് പരിശോധിച്ചപ്പോൾ 10,000 രൂപയും കണ്ടെത്തിയിരുന്നു. അത് ഇവരുടെ അമ്മൂമ്മയുടെ മോതിരം മോഷ്ടിച്ച് വിറ്റ പൈസയാണ് എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടികളെ കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകി നല്ല നടപ്പിലൂടെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനുള്ള ഭാഗമായിട്ടാണ് ആറന്മുള പോലീസ് ഇപ്പോൾ കൗൺസിലിംഗ് നടത്താനുള്ള ശ്രമങ്ങളിലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മറ്റ് ശിക്ഷാ നടപടികളൊന്നും ഇല്ല. കൗൺസിലിംഗിലൂടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ആകുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വലിയൊരു സംഭവം. ഈ ഇത്തരത്തിലുള്ള കൗമാരക്കാരായ കുട്ടികൾക്കിടയിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞുള്ള ആഘോഷത്തിന് വേണ്ടി മദ്യക്കുപ്പിയുമായി എത്തുന്നു എന്നത് വലിയ വാർത്താ പ്രാധാന്യമായിട്ടുള്ള മറ്റൊരു സംഭവമായി മാറുകയാണ്. നിലിമ. ശരി, മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.